ഹായ് ഓൾ, വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂ സോൺ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ സിലബസ് ഡിസ്കഷൻ ഉണ്ടാവും. പിന്നെ അത് കൂടാണ്ട് ഒരു 65 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. പക്ഷേ സിലബസിലേക്ക് പോവാം ഫസ്റ്റ്, എന്നിട്ട് നമുക്ക് എന്താ സ്റ്റഡി പ്ലാനിലേക്ക് വരാം. അപ്പോൾ സിലബസ് കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ എന്താ ഭയങ്കരമായിട്ട് അവിടെ നെർവസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം വെച്ചാൽ കുറെ പേജ് ഉണ്ട്, അല്ല 5 പേജോളം ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഡിപ്ലോമ ലെവൽ എക്സാം ആണ്. അപ്പൊ 5 പേജുള്ള സിലബസ് ഭയങ്കര ലെങ്തി ആണ്. പെട്ടെന്ന് ഒരാൾ നോക്കുമ്പോൾ മേ ബി അങ്ങനെ നിങ്ങൾക്ക് തോട്ട് വരാം. പക്ഷെ ഞാനത് ക്രിസ്പ് ആയിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. എല്ലാം മൊത്തത്തിൽ പറയുന്നുണ്ടാവില്ല, ഒരു ഐഡിയ നിങ്ങൾക്ക് തരാം. ആ ഒരു ഐഡിയ നിങ്ങൾ എന്ത് ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നെ ഇതിൽ ഏറ്റവും തന്നെ നമ്മൾ നോക്കുമ്പോൾ തന്നെ അവിടെ കാറ്റഗറി നമ്പർ 31/2025 രീതിയിലാണ് ഇട്ടേക്കുന്നത്. ആക്ച്വലി അത് 31/2024 അല്ല, 31/2024. അതേപോലെ ഇതിലിപ്പോ നോക്കുമ്പോൾ 9-10 മുഴുവനാണെന്ന് തോന്നും. അതൊക്കെ നിങ്ങൾ പഠിക്കുന്നതാണെന്നില്ല ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ആ ഒരു സമയത്ത് നമുക്ക് വരാം. ഓക്കെ, അപ്പൊ അതിൽ ഒന്നാമത്തെ മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ബേസിക് ഇലക്ട്രിസിറ്റി, അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ്, ബേസിക് ടേംസ് കാര്യങ്ങൾ, അതേപോലെ ഓംസ് ലോ, അതിന്റെ പ്രോബ്ലംസ്, പിന്നെ നമ്മൾ റെസിസ്റ്റൻസിന്റെ സീരീസ് പാരലൽ കണക്ഷനും അതിന്റെ കുറെ പ്രോബ്ലംസും, സ്റ്റാർ ഡെൽറ്റ കൺവേർഷനും, കെ സി എല്ലും കെ വി എല്ലും അത്ര മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മെഷ് അനാലിസിസോ നോഡൽ അനാലിസിസോ ഒന്നും ഇതിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അത്രയാണ് എന്ത് ചെയ്യുന്നത് ഒന്നാമത്തെ മൊഡ്യൂളിന്റെ ഹാഫ് പോർഷൻ. ഇതിന്ന് ഒരു 5 മാർക്ക് ഞങ്ങൾക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. റെസിസ്റ്റൻസിന്റെ സിമ്പിൾ ക്വസ്റ്റ്യൻ അവിടെ ഷുവർ ആണ്. അതേപോലെ എനർജീന്റെ വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ഓംസ് ലോന്റെ സ്റ്റേറ്റ്മെന്റിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. കെ സി എൽ കെ വി എല്ലിനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വരാം. 5 മാർക്ക് അവിടെ ഷുവർ ആണ്. 5 മാർക്കായിരിക്കും ഉണ്ടാവുക. പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു 5 മാർക്ക്. അങ്ങനെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തേക്കുന്നത്, 10 മാർക്ക്. അപ്പൊ ഇലക്ട്രോസ്റ്റാറ്റ്സ് ആൻഡ് മാഗ്നറ്റിക്സിലെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ എനർജി സ്റ്റോർഡിനെ കപ്പാസിറ്റിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ ഇക്വേഷൻ ബേസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഡെഫിനേഷനെ ബേസ് ചെയ്തിട്ട്, ബേസിക് ടേംസ് ഉണ്ട് പ്രശ്നം പോലെ, അപ്പൊ അതിന്റെ ഡെഫിനേഷൻ അല്ലെങ്കിൽ അതിന്റെ ഇക്വേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം. പിന്നെ നിങ്ങൾക്ക് അവിടെ മ്യൂച്വൽ ഇൻഡക്ടൻസ് പറഞ്ഞുകൊണ്ട് അവിടെ കപ്പിംഗ് കോഎഫിഷ്യന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ വേണമെങ്കിൽ ചോദിക്കാം. അതല്ല വേണമെങ്കിൽ ഡയറക്റ്റ് ചോദിക്കാം. ലെൻസസ് ലോന്റെ ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ വരാം. അപ്പൊ ഇതാണ് എന്തെങ്കിലും ഇലക്ട്രോസ്റ്റാറ്റ്സ് മാഗ്നറ്റിക്സിൽ. അപ്പൊ ടോട്ടൽ 5+5 എന്നതിൽ 10 മാർക്ക്. ഇതൊന്നും കാണുമ്പോൾ നിങ്ങൾക്ക് അധികം ടെൻഷൻ ഉണ്ടാവില്ല, കാരണം വെച്ചാൽ ഇതൊക്കെ എല്ലാ എക്സാമിനും ചോദിക്കുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ മൊഡ്യൂളിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആക്ച്വലി നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞേക്കുന്ന സെമി കണ്ടക്ടർ ഡയോഡ്സ് എന്നുള്ള രീതിയിലാണ് ഏറ്റവും ആദ്യം പറഞ്ഞത്, രണ്ടാമത്തെ മൊഡ്യൂളിന്റെ ഏറ്റവും ആദ്യത്തെ പോർഷൻ. ഇതിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഇത് കുറെ ഉണ്ട് എന്നുള്ള രീതിയിൽ പറയും. പക്ഷെ നമ്മൾ മുന്നത്തെ സിലബസ് ഇതൊക്കെ നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും. നമ്മളൊരു ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഫെറ്റ് ഡിഫറെന്റ് ടൈപ്സ് എന്ന രീതിയിലേക്ക് നിങ്ങൾ പഠിക്കുന്നുണ്ടാവുക. അപ്പൊ അതിൽ എന്ത് ചെയ്തു, ഫിലമെന്റ് ട്രാൻസിസ്റ്ററിന്റെ ഡിഫറെന്റ് ടൈപ്സ് എന്ത് ചെയ്യാം, എല്ലാം അതിലവിടെ വന്നു അല്ലെ. ഇവിടെ എന്താ, ഇവിടെ അത് കൃത്യമായിട്ട് ഫെറ്റ് കൃത്യമായിട്ട് സിലബസിൽ ഉണ്ടാവാം. പക്ഷെ ഇവിടെ എന്താ, അത് കൃത്യമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. എന്താ, ഫെറ്റ് പറഞ്ഞു, ജെ ഫെറ്റ് പറഞ്ഞു, പി ചാനൽ, എൻ ചാനൽ ഫെറ്റ്. പിന്നെ എന്താ അവിടെ കമ്പാരിസൺ വിത്ത് ബൈപോളാർ ട്രാൻസിസ്റ്റേഴ്സ് എന്ന് വരെ പറഞ്ഞു. നിങ്ങൾ ഇതുവരെയുള്ള സിലബസിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ബി ജെ ടി ആയിട്ട് കമ്പാരിസൺ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് അവരെന്താ പറയാ, ബി ജെ ടി പറയും, ഫെറ്റ് പറയും അല്ലെ, മോസ്ഫെറ്റ്, ആ ഒരു രീതിയിലുള്ള ഐ ജി ബി ടി അങ്ങനെ ആയിരിക്കും. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേ പറയുന്നുണ്ടാവും. ഇവിടെ എന്തുണ്ട്, ബൈപോളാർ ട്രാൻസിസ്റ്റർ ആയിട്ടുള്ള കമ്പാരിസൺ, അഡ്വാൻറ്റേജ് എന്താണ്, ഡിസഡ്വാൻറ്റേജ് എന്താണ്, പാരാമീറ്റേഴ്സ് ജെ പി ടി, മോസ്ഫെറ്റ് ടൈപ്സ്, ഡിപ്ലീഷനും എൻഹാൻസ്മെന്റ് മോഡും, പിന്നെ യു ജെ ടി, അതിന്റെ വി ഐ കാര, എസ് എം ഡി, ഒപ്റ്റോഇലക്ട്രോ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഒപ്റ്റോഇലക്ട്രോണിക് ഡിവൈസസ്, അതേപോലെ പ്രിൻസിപ്പൾ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ജെ എഫ് ഇ ടി, പാരാമീറ്റേഴ്സ് ഓഫ് ജെ എഫ് ഇ ടി, മോസ്ഫെറ്റ്, ഡിപ്ലീഷൻ മോസ്ഫെറ്റ്. സി ഇത് നിങ്ങളിവിടെ മോസ്ഫെറ്റ് എന്ന കാര്യം പറയുമ്പോൾ അതിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അല്ലേ, അല്ലേ. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ഡി സി ലോഡ് ലൈൻ, നമ്മുടെ ട്രാൻസ്ഫർ ബയാസിംഗ് ടെക്നിക്ക്, ഡി സി ലോഡ്, ഫിക്സിംഗ് ദ ഓപ്പറേറ്റിംഗ് പോയിന്റ് നമ്മൾ എങ്ങനെ ഫിക്സ് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. പിന്നെ അതിന്റെ എന്താ പറയണ്ട, സ്റ്റെബിലൈസേഷന്റെ ആവശ്യകത എന്താണ്, അതുപോലെ സി അതൊക്കെ നമ്മൾ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇപ്പൊ ഇവിടെ അവരെന്ത് ചെയ്തു, അതൊക്കെ ഭയങ്കര ഇലാബറേറ്റ് ചെയ്തിട്ട് എന്താ ആഡ് ആക്കി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയ കാര്യം. നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കിയെന്നില്ലാരും നിങ്ങൾ താഴെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യട്ടോ. അതായത് നിങ്ങൾ എപ്പോഴും പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും ഉണ്ടാവുക, പക്ഷെ അതെന്ത് ചെയ്ത് അവർ കുറെ ഇലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞു. അതാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇതിൽ വേണ്ടില്ലേ, കളക്ടർ കറന്റ് ഇൻ ടേംസ് ഓഫ് ബേസ് കറന്റ് ആൻഡ് ലീക്കേജ് കറന്റ്, ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ക്യാര,
ഡിറ്റർമിനേഷൻ ഓഫ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റെസിസ്റ്റൻസ്, കോമൺ കളക്ടർ കോൺഫിഗറേഷൻ, കോമൺ ബേസ് കോൺഫിഗറേഷൻ, കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. സി അത് അങ്ങനെ ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോമൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോൺഫിഗറേഷനും അതേപോലെ അതിന്റെ റിലേഷനും ഇക്വേഷനും എല്ലാം എന്ത് ചെയ്യാ അതിൽ ഇൻക്ലൂഡഡ് ആണ് ബേസിക്കലി. നിങ്ങൾ പഠിക്കേണ്ട കാര്യങ്ങളാണ് അല്ലെ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തവര് കുറെ ഇലാബറേറ്റ് ചെയ്തിട്ട് കിട്ടുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് പഠിക്കേണ്ട പോയിന്റുകൾ എന്താ അവരവിടെ ഇട്ട് തന്നു. ഓക്കെ, അല്ലാതെ 5 പേപ്പർ ഉണ്ട്, 6 പേജ് ഉണ്ട്, 7 പേജ് ഉണ്ട് വെച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ മെജോറിറ്റി എന്താ നിങ്ങള് ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, പവർ സപ്ലൈ, വോൾട്ടേജ് റെഗുലേഷൻ, ലൈൻ റെഗുലേഷൻ, ലോഡ് റെഗുലേഷൻ, ഷണ്ട് വോൾട്ടേജ് റെഗുലേഷൻ, സീരീസ് വോൾട്ടേജ് റെഗുലേറ്റർ അല്ല, ഫിക്സഡ് ആൻഡ് വേരിയബിൾ പവർ സപ്ലൈസ്, പ്രൊട്ടക്ഷൻ സർക്യൂട്ട്സ്, അതേപോലെ SMPS, UPS, ഓൺലൈൻ ഓഫ്ലൈൻ UPS. ഓക്കെ, അതൊക്കെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ മൂന്നാമത്തെ മൊഡ്യൂൾ പറയുകയാണെങ്കിൽ AC ഫണ്ടമെന്റൽസും സേഫ്റ്റി ഫസ്റ്റ് എയ്ഡ്സും. ഇതും 5 മാർക്ക് നിലയിൽ തന്നെയായിരിക്കും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവുക. ഇതും എന്താ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ഇതൊക്കെ നിങ്ങൾ എപ്പോഴും നോക്കുന്ന കാര്യങ്ങളായിരിക്കും. ഇതിലൊന്നും അവർ അധികം ഇലാബറേറ്റ് ചെയ്തിട്ട് പറഞ്ഞില്ല. അവിടെ എന്താ എപ്പോഴും പറയുന്ന പോലെ ഫോം ഫാക്ടർ എന്താണ്, RMS ആവറേജ് വാല്യൂ എന്താണ്, സി അതൊക്കെ എന്താ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾ അവിടെ എല്ലാം എന്തായിരിക്കും ഒന്ന് സെറ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. നേരെ പറഞ്ഞ രണ്ടാമത്തെ മൊഡ്യൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്താ കുറച്ചധികം ടെൻഷൻ ആയിട്ടുണ്ടാവും. അത് മേ ബി നിങ്ങൾ ടെൻഷൻ ആക്കാൻ വേണ്ടിയിട്ടായിരിക്കും മേ ബി എന്താ ആ ഒരു രീതിയിൽ പറഞ്ഞേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഒരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവുന്നതാണ് മനസ്സിലാക്കുന്നത്. ഇവ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമന്റ് ചെയ്യാം, എന്നാലും മാത്രമേ നമുക്ക് അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ഇനിയിപ്പോ നാലാമത്തെ ഇപ്പൊ ഓപ്പാമ്പ് നോക്കിക്കോ. ഓപ്പാമ്പ് എന്ന് പറയുമ്പോൾ ഓപ്പാമ്പ് അല്ലെങ്കിൽ അതിന്റെ സർക്യൂട്ട്സ് എന്ന് പറയുമ്പോൾ ഒബ്വിയസ്ലി അവിടെ എന്താ നിങ്ങൾ പഠിക്കും, എന്താ ഇൻവേർട്ടിംഗ് ടൈപ്പ് ആംപ്ലിഫയർ പഠിക്കും, നോൺ ഇൻവേർട്ടിംഗ് പഠിക്കും, വോൾട്ടേജ് ഫോളോവർ പഠിക്കും, കമ്പാരേറ്റർ പഠിക്കും, ഡിഫറൻസ് ആംപ്ലിഫയർ പഠിക്കും, സമ്മിങ് ആംപ്ലിഫയർ പഠിക്കും, ഇന്റഗ്രേറ്റർ പഠിക്കും, ഡിഫറൻഷിയേറ്റർ പഠിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്താ അവിടെ പഠിക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. അതിവിടെ എന്ത് ചെയ്തു കൃത്യമായിട്ട് അത് ആ എന്താ പറഞ്ഞു. അതായത് ഐഡിയൽ ആൻഡ് ആക്ച്വൽ ഒപ്പാമിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അതേപോലെ ഡിഫറെന്റ് പാരാമീറ്റേഴ്സ് എന്താണ്, ഓഫ്സെറ്റ് വോൾട്ടേജ് എന്താണ്, CMR എന്ന സ്ലൂ റേറ്റ് എന്താണ് അല്ലെ, എന്താണ് വെർച്വൽ ഗ്രൗണ്ട് കൺസെപ്റ്റ് എന്താണ്. ഓക്കെ, അതൊക്കെ എന്താ കൃത്യമായിട്ട് അവിടെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ പഠിക്കുമ്പോൾ എന്താ അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന നോക്കുന്ന കാര്യങ്ങളാണല്ലേ. ലോഗ് ആംപ്ലിഫയർ കാര്യങ്ങളല്ലോ, ആന്റി ലോഗ് ആംപ്ലിഫയർ എന്താണ്, ഇൻസ്ട്രുമെന്റേഷൻ ആംപ്ലിഫയർ എന്താണ് അല്ലെ. പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ADC ആൻഡ് DAC, പിന്നെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫിൽറ്റേഴ്സ്, പിന്നെ എന്തുണ്ട് ഓസിലേറ്റേഴ്സ് ഉണ്ട്, ഓസിലേറ്റേഴ്സും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സും. അതെല്ലാം അതിൽ തന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നിങ്ങൾ അവിടെ പഠിക്കേണ്ടി വരും. മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഓക്കെ, ഓസിലേറ്റേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓസിലേറ്റേഴ്സ് എല്ലാം നിങ്ങൾ അവിടെ കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. മാർക്കോസിംഗ് ക്രൈറ്റീരിയ ഇമ്പോർട്ടന്റ് ആണ്. അതിന് എപ്പോഴും എന്താ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു സാധനമാണ് മാർക്കോസിംഗ് ക്രൈറ്റീരിയ. അപ്പൊ അതാണ് നാലാമത്തെ മൊഡ്യൂൾ. അഞ്ചാമത്തെ മൊഡ്യൂൾ എന്താ നമ്മള് ഡിസൈൻ എസ്റ്റിമേഷൻ കോസ്റ്റിംഗിലെ വയറിംഗ് ആണ്. വാരിയസ് ടൈപ്സ് ഓഫ് വയറിംഗ് സിസ്റ്റം അല്ലെ, അതുപോലെ ഡിഫറെന്റ് എന്താ എലമെന്റ്സ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്വിച്ചസ് കൃത്യമായിട്ട് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എർത്തിങ്, പിന്നെ അവിടെ ഇലക്ട്രിക്കൽ ഇല്ലൂമിനേഷൻ എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ ഇല്ലൂമിനേഷനിലെ കാര്യങ്ങളെല്ലാം നിങ്ങൾ അവിടെ ടേംസും അതിന്റെ ഇക്വേഷൻസും അതിന്റെ പ്രോബ്ലംസ് വരെ നിങ്ങൾ എന്താ പഠിക്കണം. അവിടെ ഇല്ലൂമിനേഷനിൽ അവർ ഡീറ്റെയിലിംഗ് നടത്തിയിട്ടില്ല ആക്ച്വലി. പിന്നെ പവർ ഇലക്ട്രോണിക്സ്, ആക്ച്വലി നിങ്ങൾ അവിടെ ബേസിക് ഇലക്ട്രോണിക്സിൽ ഡിഫറെന്റ് ടൈപ്സ് എന്താ പറയുക എലമെന്റ്സ് നിങ്ങൾ അവിടെ പഠിച്ചിട്ടുണ്ടാവും, ഡിവൈസ് പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് ഇവിടെ ഒന്നും കൂടി സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാണ് മനസ്സിലാക്കുന്നത്. ട്രാക്ക്, ഡാക്ക്, IGBT, SCR, ഓക്കെ, ഫെറ്റ്, JFET, UJT, ഓക്കെ, ഹാഫ് വെയർ അതിന്റെ ഫുൾ വെയർ റെക്ടിഫയേഴ്സ് വിത്ത് ആൻഡ് വിത്തൗട്ട് ഫിൽറ്റേഴ്സ്, UPS. എനിക്ക് തോന്നുന്നത് UPS നമ്മൾ മുന്നത്തെ മൊഡ്യൂൾ നേരത്തെ മൊഡ്യൂൾ കണ്ടല്ലോ. പിന്നെ ആറാമത്തെ മൊഡ്യൂള് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കും എല്ലാം നിങ്ങൾ അവിടെ പഠിക്കും അല്ലെ. ഡെസിമൽ എന്താണ്, ബൈനറി എന്താണ്, അതുപോലെ കൺവേർഷൻ നിങ്ങൾ അവിടെ പഠിക്കും അല്ലെ. ഹെക്സാഡെസിമൽ എന്താണ് പഠിക്കും, ഒക്ടൽ എന്താണ് പഠിക്കും, എല്ലാം കോഡ് BCD പഠിക്കും, ഗ്രേ കോഡ് എന്താണ് പഠിക്കും. സി അതൊക്കെ അവിടെ വരുന്നതാണ് കണ്ടില്ലേ. നമ്പർ സിസ്റ്റം എന്ന് മാത്രമേ അവിടെ പറയേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു എല്ലാം അവർ ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നു. സി ഇങ്ങനെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഓരോ ആവശ്യമുള്ള മൊഡ്യൂളിൽ ഒന്നും ഡീറ്റെയിലിംഗ് അധികം ഡീറ്റെയിലിംഗ് ഇല്ല. ഇലുമിനേഷൻ കണ്ടില്ല, അതേപോലെ സിമ്പിൾ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലിപ്പം കണ്ടില്ലേ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത് അവിടെ എന്ത് ചെയ്തു ഭയങ്കര എലാബറേറ്റ് ചെയ്തിട്ട് കിട്ടും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് എന്താ നിങ്ങളുടെ അഭിപ്രായം എന്താ, കണ്ടിട്ട് എന്താ മനസ്സിലാക്കുന്നത്? നമ്മളിപ്പോ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ എന്തായാലും ഡെസിമൽ പഠിക്കണം, ബൈനറി പഠിക്കണം, BCD പഠിക്കണം, ഹെക്സാഡെസിമൽ പഠിക്കണം, ഒക്ടൽ പഠിക്കണം, എല്ലാം നിങ്ങൾ പഠിക്കണം. പിന്നെ അതിന്റെ കൺവേർഷനോ അങ്ങനെ ആയിരിക്കും പറഞ്ഞോ. പക്ഷെ ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറയാണ്ട് ഡീറ്റെയിലിംഗ് ആയിട്ട് തന്നെ പറഞ്ഞു.
അതുകൊണ്ടാണ് അവിടെ അഞ്ച് പേജ് 7 പേജും ഒക്കെ വരുന്നത്. അതേപോലെ ഗേറ്റ്, അതേപോലെ തിയറംസ്. ഓക്കെ, പിന്നെന്താ, ഗേറ്റ്സിന്റെ കാര്യം പറഞ്ഞു. എക്സോർ ഗേറ്റ്, നാൻഡ് ഗേറ്റ്. സി അവിടെ നിങ്ങൾ അങ്ങനെ മുന്നത്തെ എക്സാംസ് ഇങ്ങനെ കണ്ടിട്ടുണ്ടോ, ഇങ്ങനെ സിലബസ് ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട്? പിന്നെന്താ, കോമ്പിനേഷൻ സർക്യൂട്ട്സ് എന്താണ്, സീക്വൻഷ്യൽ സർക്യൂട്ട്സ് എന്താണ്, ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ എന്താ, ഹാഫ് ആഡർ എന്താണ്, ഫുൾ ആഡർ എന്താണ്, അല്ലെങ്കിൽ ഫ്ലിപ്പ് ഫ്ലോപ്പ്, അതേപോലെ കൗണ്ടേഴ്സ് എന്താ, രജിസ്റ്റേഴ്സ്. സി അതവിടെ കോമ്പിനേഷൻ ആൻഡ് സീക്വൻഷ്യൽ സർക്യൂട്ട്സ് രീതിയിലായിരിക്കും പറയാറ്. പക്ഷെ ഇവിടെ ഞാൻ സ്പെസിഫൈ ചെയ്ത് കൂടുതൽ ഡീറ്റെയിലിംഗ് ആയിട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. അതേപോലെ മൈക്രോ കൺട്രോളേഴ്സ്. ഓക്കെ, പിന്നെ അവിടെ ലോജിക് ഫാമിലി, പിന്നെ റാം, റോം കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിക്കൊന്ന് ലോജിക് ഫാമിലീസിൽ ഫാസ്റ്റസ്റ്റ് ഏതാണ്, സ്ലോവസ്റ്റ് ഏതാണ്, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാം. പിന്നെ ഏഴാമത്തെ മൊഡ്യൂൾ എന്താ, ഡി സി മെഷീൻസ്, ട്രാൻസ്ഫോമേഴ്സ്, ഇൻഡക്ഷൻ മെഷീൻസ്, സിംഗ്ലസ് മെഷീൻസ് എല്ലാം പറഞ്ഞിട്ടുണ്ട് 10 മാർക്ക്. പിന്നെ എട്ടാമത്തെ മൊഡ്യൂൾ ടെലിവിഷനും കാര്യങ്ങളും കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. സി ഇവിടെ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ആണ് ക്വാളിഫിക്കേഷൻ വരുന്നത്, ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ്. അപ്പൊ അവിടെ ഈ ടെലിവിഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ? ഞാൻ നിങ്ങളുടെ മുന്നത്തെ കരിക്കുലം ഇങ്ങനെ ജസ്റ്റ് നോക്കിയപ്പോൾ അതിലൂടെ കണ്ടിട്ടില്ല. എനിവേ ഇനി ഞാൻ നോക്കിയാൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാണോ എന്ന് എല്ലാവരും അറിയില്ല. അതേപോലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ്. ഓക്കെ, നമ്മള് ശരിക്കും ബിടെക് ലെവലിൽ നമ്മളിത് പഠിക്കുന്നുണ്ട്, അനലോഗ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പറഞ്ഞിട്ട് ബിടെക് ലെവലിൽ എന്താ പഠിക്കുന്നുണ്ട്. ഡിപ്ലോമയുടെ കാര്യം എനിക്ക് അത്ര അവെയർ അല്ല. ഓക്കെ, അനലോഗ് കമ്മ്യൂണിക്കേഷനും അതേപോലെ മോഡേൺ കമ്മ്യൂണിക്കേഷൻ ഒക്കെ പഠിക്കുന്നുണ്ട് ഇന്നത്തെ സിലബസിൽ. ഇപ്പോഴത്തെ സിലബസിൽ ഇനി ഞാൻ ഇതിൽ കൂടുതൽ അവെയർ അല്ല. അപ്പോ നിങ്ങൾ ഡിപ്ലോമ പഠിച്ചവരായിരിക്കുമല്ലോ, അപ്പൊ ഇതൊക്കെ പഠിക്കുന്നുണ്ടോ എന്ന് കാര്യം ഒന്ന് താഴെ ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുണ്ടാവും. എനിക്കൊന്ന് മുന്നത്തെ ഏതൊരു സിലബസിൽ നമ്മളിങ്ങനെ കണ്ടില്ലല്ലോ. മുന്നത്തെ 2012 കാലഘട്ടത്തിൽ എന്തോ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ഏതൊരു എക്സാമിനെ കണ്ട പോലെ ഒരു ഓർക്കുന്നുണ്ട്. ഓക്കെ, എനിവേ ഓക്കെ. അപ്പോ ഇനിയിപ്പോ 9ാമത്തെ മൊഡ്യൂളിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പിന്നെ 10ാമത്തെ മൊഡ്യൂൾ മൈക്രോ കൺട്രോളേഴ്സും കൂടി അവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. മൈക്രോ കൺട്രോളർ എന്നൊക്കെ അവിടെ 10 മാർക്കാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് നമ്മളെ ഇവിടെ ആക്ച്വലി നമ്മളവിടെ മുന്നേ ഇതേപോലെ പി എസ് സിയുടെ സൈഡിൽ നിന്ന് എന്തോ ഒരു സിലബസ് ഒക്കെ ചേഞ്ച് ആക്കിയിട്ടുണ്ടായിരുന്നു സിവിലിന്റെ ഒക്കെ കേസിൽ. സിവിൽ ഓർ മെക് അവിടെ അപ്ഡേറ്റഡ് സിലബസ് ഇതിൽ പിന്നെ വന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ ഇവിടെ ഇനി ആദ്യം വരുമെന്നില്ല, ആരും അറിയില്ല. മേ ബി എനിക്കറിയത്തില്ല. ഓക്കെ, കാരണം വെച്ചാൽ സിലബസ് കണ്ടിട്ട് ഇത് നിങ്ങളുടെ കരിക്കുലത്തിൽ നിങ്ങൾ പഠിക്കുന്നതിനാണെന്ന് കാര്യം ഒന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിട്ടുണ്ടാവും. ഓക്കെ, ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസ് ഒക്കെ നമ്മളവിടെ ബിടെക്കിനെ പഠിക്കുന്നുണ്ട്. പക്ഷെ ഡിപ്ലോമയുടെ കേസിൽ ഇത്രക്കും ഡീറ്റെയിലിംഗ് ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, എനിവേ ഇതാണ് നമ്മുടെ സിലബസ് ഉള്ളത്. അപ്പൊ ഇത് കൂടാണ്ട് ഏറ്റവും അവസാനം താഴെ പറഞ്ഞിട്ടുമുണ്ട്, എപ്പോഴും പറയുന്ന പോലെ ഇതല്ലാതെ ഇതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ആ ഒരു രീതിയിൽ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നിങ്ങൾ പഠിക്കുന്ന ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ വിദ്യാർത്ഥികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങൾ പഠിച്ചതിന് അല്ലെങ്കിൽ എല്ലാവരും താഴെ നിന്ന് കമന്റ് ചെയ്താൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ നമ്മൾ ഒരു 65 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ഉണ്ട്. നിങ്ങൾക്ക് ആ ഒരു താഴത്തെ ഗൂഗിൾ ഫോം ഞാൻ ആഡ് ആക്കാം. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഡീറ്റെയിൽസ് എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് അവിടെ ഞാൻ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുമല്ലോ. അപ്പൊ ഇവിടെ നമ്മളൊരു 65 ദിവസത്തെ സ്റ്റഡി പ്ലാൻ എന്നുള്ള രീതിയിലാണ് ആഡ് ആക്കിയേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ 5 ദിവസം അല്ലെങ്കിൽ 8 ദിവസം കൂടുമ്പോൾ ഞാൻ ഓരോ റിവിഷൻ എന്നുള്ള രീതിയിൽ നമ്മളിവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു റിവിഷൻ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാല് അതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം റിവൈസ് ചെയ്യുക. പിന്നെ അത്രയും പോർഷൻസ് വന്ന ക്വസ്റ്റ്യൻസ് PYQs എന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് നോക്കുക. പിന്നെ അത് കൂടാണ്ട് അതിൽ നിന്നും എന്താ പറയണ്ടേ, ആ ഒരു ഏരിയാസ് മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളിപ്പം ബാക്കിയുള്ള മെറ്റീരിയൽസ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ആ ഒരു ഏരിയാസ് ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ, ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഫേസ് ചെയ്യുക. നിങ്ങൾ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുന്നു അതിന്റെ ബേസ് ആയിട്ടായിരിക്കും നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പൊ 5 കഴിഞ്ഞിട്ട് നമ്മൾ നേരെ 6 എന്നുള്ള രീതിയിലാണ് പോയേക്കുന്നത്. ഇത് നമ്മൾ അവസാനം കൗണ്ട് ആക്കി തരാം. ഓക്കെ, അപ്പോ നമ്മൾ അങ്ങനെ ഒന്നാമത്തെ വീഡിയോ 2, 3 ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ആഡ് ചെയ്ത് പോയേക്കുന്നത്. നമ്മൾ ചിലപ്പോൾ അത് ക്രിസ്പ് ആക്കിയിട്ടും മാറ്റിയിട്ടുണ്ടാവാം. ഓക്കെ, എർത്തിങ് സിസ്റ്റം, വയറിംഗ് സിസ്റ്റം, ആ ഒരു രീതിയിൽ ജസ്റ്റ് ഒന്ന് ക്രിസ്പ് ആയിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ സിലബസിൽ പറഞ്ഞുകൊണ്ട് ഇരിക്കും. അപ്പോ
അപ്പൊ നമ്മൾ അവിടെ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ 47 വരെ ആയിരിക്കും വരുന്നുണ്ടാവുക. 47 പിന്നെ ഒരു 7 ദിവസം എക്സ്ട്രാ പറഞ്ഞല്ലോ. അപ്പൊ അതും കൂടി 54 ദിവസം വരെയുള്ളതായിട്ടുണ്ട്. പിന്നെ 55-ാമത്തെ ദിവസം എന്താ നമ്മൾ വീണ്ടും റിവിഷൻ തന്നെ ചെയ്യാം. ഓക്കെ, 1 to 4 മൊഡ്യൂൾസ് 55-ാമത്തെ ദിവസം റിവൈസ് ചെയ്യാം. 56-ാം ദിവസം 5 to 7 മൊഡ്യൂൾസ് റിവൈസ് ചെയ്യാം. 57-ാമത്തെ ദിവസം 8 to 9 മൊഡ്യൂൾ റിവൈസ് ചെയ്യാം. പിന്നെ നമ്മൾ 58-ാമത്തെ ദിവസം എന്താ വീണ്ടും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്യാന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. മുന്നേ നമ്മൾ എപ്പോഴും പറയുന്നത് തന്നെയാണ്. അതെന്താ വീണ്ടും വീണ്ടും എന്താ PYQs മാക്സിമം നോക്കുക. PYQs അല്ലാണ്ട് എന്താ ബിടെക് ലെവൽ എക്സാംസിലൊക്കെ നടത്തിയ ക്വസ്റ്റ്യൻസും വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഓക്കെ, പിന്നെ നിങ്ങൾക്കൊരു പർട്ടിക്കുലർ മൊമെന്റ് എത്തുമ്പോൾ നിങ്ങൾ ഏതെങ്കിലും മോക്ക് എക്സാംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആ ഒരു 54th ഡേ തൊട്ടൊക്കെ നിങ്ങൾക്ക് അവിടെ മോക്ക് എക്സാംസ് നിങ്ങൾക്ക് അവിടെ അറ്റൻഡ് ചെയ്ത് തുടങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ടോ. അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ ഒരു 10 മോക്കെങ്കിലും അറ്റ്ലീസ്റ്റ് അല്ലെങ്കിൽ 15 മോക്കെങ്കിലും നിങ്ങൾ അറ്റ്ലീസ്റ്റ് അറ്റൻഡ് ചെയ്യണം. 15 മോക്സ്. ഓക്കെ, പിന്നെ 59-60 നിങ്ങൾ ആ ഒരു ദിവസങ്ങളിലൊക്കെ നടത്തിയ മോക്ക് എക്സാമിന്റെ ഒക്കെ എറേഴ്സ് ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. അതേപോലെ നിങ്ങൾക്ക് എവിടെയാണ് തെറ്റ് പറ്റിയെന്ന കാര്യം നോക്കുക. നിങ്ങൾ ഡെയിലി ആ ഒരു എക്സാംസ് എഴുതുമ്പോൾ നിങ്ങൾക്ക് അവിടെ തെറ്റ് പറ്റുന്നുണ്ടാവും. അപ്പൊ അതൊക്കെ നിങ്ങൾ മിസ്റ്റേക്ക് ഉള്ളതൊക്കെ മാറ്റി മാറ്റി വരും. പിന്നെ ഏറ്റവും അവസാനത്തെ മൊമെന്റിൽ എന്താ നിങ്ങൾ അവിടെ മിസ്റ്റേക്സ് എന്തൊക്കെ മിസ്റ്റേക്ക് ആ വന്നേക്കുന്ന കാര്യം ഒന്ന് നോക്കുക. ഓക്കെ, അതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്ലസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് എപ്പം തെറ്റ് പറ്റി കഴിഞ്ഞാലും അത് നിങ്ങൾ എന്താ ആ ഒരു ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് എന്താ നിങ്ങൾ പഠിക്കാന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എന്താ അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ട് നമ്മളവിടെ 2 ദിവസം പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിന്റെ കൂടെ റിവിഷനും. ഓക്കെ, അപ്പോൾ മോക്ക് എക്സാംസ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ 100 ക്വസ്റ്റ്യൻസ് ഉള്ള എക്സാം ആകുമ്പോൾ ചിലപ്പോൾ ഒരു 80 മാർക്ക് ശരി, ചിലപ്പോൾ ഒരു 70 മാർക്കിന്റെ ആയിരിക്കും കിട്ടുന്നുണ്ടാവും. അപ്പൊ അവിടെ നിന്നൊക്കെ ആ ഒരു ബാക്കിയുള്ള 30 മാർക്ക് എന്തുകൊണ്ടാണ് കിട്ടാൻ, അല്ലെങ്കിൽ 20 മാർക്ക് എന്തുകൊണ്ടാണ് കിട്ടാഞ്ഞെന്നില്ല, അതൊക്കെ നോക്കാന്നുള്ളതാണ് ഈ ഒരു 59 ദിവസം കൊണ്ട് അടക്കുന്നത്. പിന്നെ വീണ്ടും എന്താ 60 തൊട്ട് 61 തൊട്ട് 63 PYQs അഡ്വാൻസ്ഡ് ക്വസ്റ്റ്യൻസ്, പിന്നെ എന്താ ഷോർട്ട് നോട്ട്സ് റിവിഷൻ. ഓക്കെ, 64-ാമത്തെ ദിവസം അതേപോലെ 65 ജസ്റ്റ്. ഓക്കെ, ലൈറ്റ് റിവിഷൻ അതേപോലെ റെസ്റ്റ് മെന്റൽ പ്രിപ്പറേഷൻ എന്ന രീതിയിൽ. പിന്നെ അവിടെ ഡീറ്റെയിൽഡ് ബ്രേക്ക് ഡൗൺ ഉള്ള രീതിയിൽ ഞാൻ ആഡ് ആക്കിയിട്ടുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് പുറത്തുനിന്ന് മാത്രമേ ഉള്ളൂ, ഇക്വേഷൻ വരാത്തതുകൊണ്ട് ജസ്റ്റ് അവിടെ ഇട്ടാ. അപ്പൊ ഇതിന്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ നിന്ന് കമന്റ് ചെയ്താൽ മതി. കൂടുതൽ ഷോർട്ട് നോട്ട്സ് ഞാൻ ആഡ് ആക്കി തരാം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ ഒക്കെ താഴെ കമന്റ് ചെയ്യാം. എനിവേ കൂടുതൽ വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ സജഷൻ കൃത്യമായിട്ട് താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.